കേരള നവോത്ഥാനത്തിലെ വാഗ്ഭടാനന്ദനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. 1885 വാഗ്ഭടാനന്ദൻ ജനിച്ചു. 1939 അദ്ദേഹം മരണമടഞ്ഞത്. കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമമാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു. വി കെ ഗുരുക്കൾ, ബാലഗുരു എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നത് വാഗ്ഭടാനന്ദൻ ആയിരുന്നു. വാഗ്ഭടാനന്ദൻ്റെ പ്രധാനപ്പെട്ട ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗി. വാഗ്ഭടാനന്ദ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയായിരുന്നു. കാവ്യ ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ ഒരേയൊരു നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ. പ്രീതിഭോജനം നടത്തിയ നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ. 1927 വാഗ്ഭടാനന്ദൻ പ്രീതിഭോജനം നടത്തിയത്. സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വാഗ്ഭടാനന്ദൻ മാതൃകയാക്കിയത് രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തനങ്ങളായിരുന്നു. വാഗ്ഭടാനന്ദൻ്റെ പ്രധാന പ്രവർത്തന മേഖല മലബാറായിരുന്നു. അതുകൊണ്ട് തന്നെ മലബാറിലെ നാരായണ ഗുരു എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെട്ടു. ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനായിരുന്നു. 1917 അദ്ദേഹം ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രം അഭിനവ കേരളം. 1921 ഇത് സ്ഥാപിച്ചത്. ആത്മവിദ്യാസംഘത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദൻ്റെ കവിതയായിരുന്നു സ്വതന്ത്ര ചിന്താമണി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ മറ്റു മാസികകളാണ് ശിവയോഗി വിലാസം അല്ലെങ്കിൽ ശിവയോഗ വിലാസം. 1914 ഇത് ഇറക്കിയത്. പിന്നെ ആത്മവിദ്യാകാഹളം 1929, യജമാനൻ 1939. ശിവയോഗി വിലാസം അല്ലെങ്കിൽ ശിവയോഗ വിലാസം, ആത്മവിദ്യാകാഹളം, യജമാനൻ. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് വാഗ്ഭടാനന്ദനാണ്. അദ്ദേഹത്തിൻ്റെ മാസികകളായ ആത്മവിദ്യാകാഹളത്തിലും യജമാനിലും ഈ കോട്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോട്ട്സാണ്. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. ജാതി വ്യവസ്ഥ ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് എതിരാണെന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ കോഴിക്കോട് കാരപ്പറമ്പിൽ സ്ഥാപിച്ച സംസ്കൃത പഠന കേന്ദ്രമായിരുന്നു തത്വപ്രകാശിക. സംസ്കൃത പഠന കേന്ദ്രമാണ് തത്വപ്രകാശിക. ഇത് സ്ഥാപിച്ചത് കോഴിക്കോട് കാരപ്പറമ്പിൽ. കോഴിക്കോട് തത്വപ്രകാശിക എന്ന ആശ്രമം സ്ഥാപിച്ചതും വാഗ്ഭടാനന്ദനാണ്. ഈ തത്വപ്രകാശിക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഇതിൻ്റെ പ്രത്യേകത ഇത് പിന്നീട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് മാറി. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റി ആണ്. ഇതാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അദ്ദേഹം കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എഴുതി. അതുപോലെ തന്നെ ആത്മവിദ്യ മഹോത്സവം സംഘടിപ്പിച്ചു. എട്ടേമട്ട് അല്ലെങ്കിൽ ഏറ്റുമാറ്റ് എന്ന ദുരാചാരങ്ങൾക്കെതിരെ ശക്തമായി ശബ്ദമുയർത്തി. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണെന്ന് അദ്ദേഹം വാദിച്ചു. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എഴുതി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പ്രാർത്ഥനാഞ്ജലി, ആത്മവിദ്യ, മാനസ ചാബല്യം, അധ്യാത്മയുദ്ധം, സ്വതന്ത്ര ചിന്താമണി. ഇതിൽ സ്വതന്ത്ര ചിന്താമണിയും ആത്മവിദ്യയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കാം. 1939 ഒക്ടോബർ 29 അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാഗ്ഭടാനന്ദനെ കുറിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാം നല്ലോണം റിവൈസ് ചെയ്തിട്ട് എല്ലാവരും പഠിക്കുക. ഓക്കെ, അടുത്ത വീഡിയോ വരാം. അതുവരേക്കും ബൈ.